ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കുറേ ദിവസമായി നമ്മുടെ വെഡ്ഡിങ് ഡേ ആയിരുന്നു. അതായത് 18 കൊല്ലം, കുറേ ഇണക്കങ്ങളും പിണക്കങ്ങളും 5 മക്കളും ഒക്കെ ആയിട്ടുള്ള നീണ്ട 18 കൊല്ലത്തെ വെഡ്ഡിങ് ഡേ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വേറെ കുറച്ച് കാര്യങ്ങളായിട്ട് പറയാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ പുതിയ വിശേഷങ്ങളൊക്കെ പറയാം. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ പണികളും കൂടെ നടക്കണമല്ലോ. അപ്പോൾ അതേ രാവിലെ നമസ്കാരം കാര്യങ്ങൾ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ഇന്ന് ഒരു സ്പെഷ്യൽ റൈസ് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ബിരിയാണി അല്ല, പക്ഷേ ബിരിയാണീനേക്കാളും നല്ല അടിപൊളി ബീട്രൂട്ട് കൊണ്ടുള്ള റൈസാണ് മക്കൾക്ക് ലഞ്ച് ബോക്സിലേക്ക് ഇന്ന് ആക്കി കൊടുക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിത് ബാസ്മതി റൈസ് വെള്ളത്തിലൊന്ന് കുതിർത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ റൈസിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ ജസ്റ്റ് ഇതുപോലെ ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതേ ബീട്രൂട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും വെഡ്ഡിങ് ഡേ ഒക്കെ പറഞ്ഞതല്ലേ, നിങ്ങളുടെ വിഷസും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെഡ്ഡിങ് ഡേ പറഞ്ഞത്. അപ്പോൾ ഒന്ന് വിഷ് ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ഇടാൻ മറക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അത് ബീട്രൂട്ട് ഇതുപോലെ ചീകി എടുത്ത് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ കളറും ഇറങ്ങും. പിന്നെ അതുപോലെ മക്കൾക്ക് ബീട്രൂട്ടിൻ്റെ ചോയൊന്നും ഇല്ലാതെ റൈസ് കഴിക്കാനായിട്ട് ഇഷ്ടമുണ്ടാവും. പിന്നെ വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൗണ്ടർ ടോപ്പ് തുടയ്ക്കണം കേട്ടോ. പിന്നെ നമ്മൾ സ്ത്രീകൾക്ക് പൊതുവേ സന്തോഷമുള്ള മറ്റൊരു സംഭവമാണ് പാത്രങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഞാനിത് ഇൻഡസ് വാലിയിൽ നിന്നും ഇതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ട്രിപ്ലൈ എന്ന് പറയുന്ന, അതായത് 3 കോട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന പാത്രമാണ് കേട്ടോ. അത് വാങ്ങിയിട്ടുണ്ട്. അതെങ്ങനെ യൂസ് ചെയ്യുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. നമ്മൾ പാത്രങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നല്ലതാണോ എന്ന് പറഞ്ഞിട്ട്. ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. ഈ ഒരു ബ്രാൻഡിൻ്റെ ധൈര്യത്തിൽ നമുക്ക് വാങ്ങാം. ഞാൻ അധികം ഇപ്പോൾ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കാറില്ല. ഇൻഡസ് വാലിയുടെ ഇതുപോലെയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ ഇവർക്ക് കുറേ കാസ്റ്റ് അയൺ ഒക്കെ ഉണ്ട് കേട്ടോ. ധൈര്യത്തിൽ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും കേട്ടോ. അത്രയും ഹെൽത്തി ആയിട്ട് നമുക്കിതിന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ പോട്ടിൻ്റെ പേരെന്താണെന്നറിയോ? സ്റ്റോക്ക് പോട്ട് വിത്ത് ഗ്ലാസ് ലിഡാണ്. 4 ലിറ്ററിൻ്റെയാണ് വാങ്ങിയിട്ടുള്ളത്. ഹാൻഡി ടൈപ്പാണ്. ട്രിപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇത് വന്നിട്ട് ഇൻഡസ് വാലി എന്ന് പറയുമ്പോൾ ഇന്ത്യാസ് ഫസ്റ്റ് ഹെൽത്തി കിച്ചൺ വെയർ ബ്രാൻഡാണ് കേട്ടോ. ഇത് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. നല്ല കട്ടിയാണ് കേട്ടോ, നല്ല വെയിറ്റും ആണ്. അതുപോലെ നമുക്ക് ചൂട് കുറേ നേരം നിൽക്കും. 2 ഈ പിടികളില്ലേ, നല്ല വൈഡ് ലൂപ്പ് ഹാൻഡിൽസാണ്. പിന്നെ അതുപോലെ നല്ല ഡ്യൂറബിൾ ആയിരിക്കും. കുറേ കാലം നിൽക്കും കേട്ടോ. ഇവരുടെ പാത്രങ്ങൾ നമ്മൾ വാങ്ങിച്ചാൽ ഗ്ലാസ് ലിറ്റും കൂടി ഉണ്ട്. 100% ടോക്സിൻ ഫ്രീ ആണ്. നോൺ റിയാക്റ്റീവ് നേച്ചറാണ്. വേഴ്സാറ്റൈൽ കുക്ക് വെയറും കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാനുള്ള ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പേഴ്സണലി. ഈ ഒരു ഇൻഡസ് വാലിയുടെ ബ്രാൻഡ് അടിപൊളി സംഭവമാണ്. ഏതായാലും കൂപ്പൺ കോഡ് ഞാൻ താഴെ കൊടുക്കുക. 12% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഞാൻ പാന് വെച്ച് കൊടുത്തിട്ട്, പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് ബട്ടറും കുറച്ച് ഓയിലും പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റീൽ പാത്രത്തിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് അടി പിടിക്കും എന്നുള്ള പേടിയില്ല. അത്രയും കട്ടിയായതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നേരം ചൂട് നിൽക്കും, അടി പിടിക്കൂല കേട്ടോ. അപ്പോൾ അത് വഴറ്റാനായിട്ട് വെച്ചിട്ട് അതിന് ശേഷം ഞാൻ ഇപ്പുറത്ത് വന്നിട്ട് നമുക്കൊരു സാലഡ് പോലെ ഒരു സംഭവം ഉണ്ടാക്കണം. സ്വീറ്റ് കോൺ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്വീറ്റ് കോൺ ഇതേ കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ ശരിക്കും വിചാരിച്ചിരുന്നത് വെഡ്ഡിങ് ഡേ ആയിട്ട് എന്തെങ്കിലും ഗോൾഡ് എടുക്കണം എന്നായിരുന്നു. അതും പ്രത്യേകിച്ച് എനിക്ക് മഹർമാലയില്ല, കുറേ ആയി. അപ്പോൾ അതൊന്ന് വാങ്ങണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ വാങ്ങാമെന്ന് വിചാരിച്ച് എൻ്റെ എല്ലാ പ്രതീക്ഷകളും തകിടം മറിഞ്ഞു ഗൈസ്. അതെന്താ സംഭവം എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ കയ്യിലൊരു വള ഉണ്ടായിരുന്നില്ലേ, നിങ്ങൾ ചോദിക്കായിരുന്നല്ലോ ആ വള എവിടെ പോയി എന്ന് പറഞ്ഞിട്ട്. ആ വള പൊട്ടിയിട്ടുണ്ടായിരുന്നു സൈഡിൽ ചെറുതായിട്ട്, എന്നാലും ഇടാനൊക്കെ പറ്റുമായിരുന്നു. അപ്പോൾ ഞാൻ ഊരി വെച്ചിട്ട് അതും പിന്നെ വേറെ കുറച്ച് പൊടിയും പൊട്ടൊക്കെ ബേബീൻ്റെ പാദസരവും പൊട്ടിയ വളയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തിട്ട് എന്തെങ്കിലും മാല വാങ്ങാമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് പറയാം. നമ്മൾ റെസിപ്പിയിലേക്ക് പോവാം. നമ്മൾ ഉള്ളി വഴണ്ട് വന്നതിന് ശേഷം കുറച്ച് പിങ്ക് സാൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇല്ലേ, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഈ റൈസ് ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ബീട്രൂട്ടിലാണ് ഉണ്ടാക്കിയെന്ന് പോലും അറിയില്ല കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി ചില്ലി പൗഡറിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. അധികം എരിവുണ്ടാവില്ല, പക്ഷെ നമുക്ക് നല്ല കളറും കൂടി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. മക്കളൊക്കെ കഴിക്കുന്നതല്ലേ. പിന്നെ അതേ നമുക്ക് ആവശ്യമുള്ള ഐറ്റംസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മിൻസ്ഡ് ചിക്കൻ ഉണ്ട്, പിന്നെ കുറച്ച് സ്വീറ്റ് കോണും കൂടി ഉണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഈ വെജീസൊക്കെ കൂടുതലായിട്ട് ഇടുന്നതുകൊണ്ടാണ് അത് ഇടുന്നത്.
പിന്നെ ഒരു ബൗളോളം നമ്മുടെ ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചീകി എടുത്തതാണ്. പിന്നെ അതിലേക്ക് മിൻസ്ഡ് ചിക്കൻ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മിൻസ്ഡ് ചിക്കൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു പീസായിരിക്കും, അതുകൊണ്ട് ഈ ചോറുമായിട്ട് നന്നായിട്ട് ഇങ്ങനെ ലയിച്ച് ചേർന്ന് പോകും. എന്നിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന നമ്മുടെ ബാസ്മതി റൈസില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാല എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇതുപോലെ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഈ ചിക്കനൊക്കെ ഒന്ന് അലിഞ്ഞ് വരുവേ. പിന്നെ ഇതിലേക്ക് ഒരു പാത്രം റൈസാണെങ്കിൽ ആ പാത്രത്തിൻ്റെ ഡബിൾ വെള്ളമാണ് വെക്കുന്നത്. കറക്റ്റ് ഡബിളായിരിക്കണം, അപ്പോൾ നമുക്ക് കറക്റ്റ് വേവായിട്ട് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ അളവിന് വെള്ളം എടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ സമയത്ത് ഉപ്പ് നോക്കുക, ഒരു പൊടിക്ക് ഉപ്പ് കുറച്ച് കൂടുതലായിരിക്കണം. അപ്പോൾ റൈസിലേക്ക് നന്നായിട്ട് ഉപ്പൊക്കെ ഒന്ന് പിടിക്കും കേട്ടോ. നമ്മൾ പിങ്ക് സോൾട്ടാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ സംഭവം റെഡിയാവും. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത നമ്മുടെ സാലഡിൻ്റെ പരിപാടിയിലേക്ക് പോവാട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിത് സ്വീറ്റ് കോൺ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് അധികം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ലൈറ്റായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് മിൻസ്ഡ് ചിക്കൻ കൂടി ഇടുന്നുണ്ട്. സാലഡിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അത് വേവിക്കാനായിട്ട് വെച്ചിട്ട് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചില ദിവസങ്ങളിൽ രാത്രി തന്നെ ഭയങ്കര പ്ലാനിങ് ആയിരിക്കും, ഉറങ്ങുമ്പോഴും ഒക്കെ ചിന്തയായിരിക്കും നാളെ രാവിലെ എന്താ ആക്കേണ്ടത്, അയ്യോ കടല വെള്ളത്തിലിട്ടില്ലാലോ, അയ്യോ മറ്റേത് ചെയ്തില്ലാലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതുപോലെ നിങ്ങളും ഉണ്ടാവുമായിരിക്കൂലേ രാത്രി തന്നെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത്. ചില ദിവസങ്ങളിലൊന്നും പ്ലാൻ ചെയ്യൂല, എഡിറ്റിങ്ങും കഴിഞ്ഞിട്ട് എപ്പോഴാണ് കിടന്നുറങ്ങാമെന്ന് പോലും അറിയില്ല, ചിലപ്പോൾ 3:30 ആവലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അധികം പ്ലാനിങ് ഒന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു. പക്ഷേ രാവിലെ എണിച്ചപ്പോൾ ബീട്രൂട്ട് നോക്കിയപ്പോൾ ഇല്ല. അപ്പോൾ പിന്നെ ഇക്കാന്ത് രാവിലെയാണ് കേട്ടോ ബീട്രൂട്ട് വാങ്ങിയിട്ട് വരാനും വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിതേ ഗ്യാപ്പിൽ കൂടെ നമ്മുടെ പൊടിയും പൊട്ടും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. അല്ലെങ്കിൽ ലാസ്റ്റ് ടൈമിലുണ്ടല്ലോ ഡെയിലി എനിക്ക് നല്ലോണം വഴക്ക് കിട്ടും ഇക്കാൻ്റെ അടുത്തുനിന്ന്, ഞാൻ ലേറ്റ് ആക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നെങ്കിലും ഒന്ന് ചെയ്ത് കിട്ടാതെ പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഇന്നും അതിന് യാതൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. ഡെയിലി കിട്ടുന്ന പോലെ വഴക്കം പോലെ ഇന്നും ആ ചീത്തയ്ക്ക് യാതൊരു കുറവുണ്ടായിരുന്നില്ല. ലേറ്റായി പോവും. കാരണം നമ്മൾ കുക്കിംഗ് മാത്രമാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, നമ്മൾ ഈ കൂടെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എന്തായാലും ആ ഒരു ടൈം വരുമല്ലോ. പിന്നെ അവിടെ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുമ്പോഴേക്കും നമ്മുടെ ചിക്കനും സ്വീറ്റ് കോണും വെന്ത് വന്നിട്ടുണ്ട്. ഇതിനധികം വേവൊന്നുമില്ല കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അടുത്തത് നമ്മുടെ ഇൻഡസ് വാലീൻ്റെ തന്നെ പാത്രമാണ് കേട്ടോ. ഇതും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാത്രമാണ്. അതിലേക്ക് ഞാൻ ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഫ്രഷ് ക്രീം ഇല്ലേ, ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ വേഗം ഉപയോഗിച്ച് തീർക്കണം, അല്ലാതെ എനിക്ക് നാശമായി പോകും. അതുകൊണ്ട് ഇനിയിപ്പോൾ 2 ദിവസം ഇതിൽ തന്നെ ആയിരിക്കും. ഫ്രഷ് ക്രീം ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ സ്വീറ്റ് കോണും ചിക്കനുള്ള ആ ഒരു മിശ്രിതവും ഇല്ലേ, ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി കിടിലൻ സാലഡ് റെഡിയാണ്. ആകെ കുറച്ച് ഐറ്റംസ് അല്ലേ നമുക്ക് വേണ്ടുള്ളൂ. അപ്പോൾ ഇതും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. രാവിലെ നമ്മൾ കുറേ ഐറ്റംസ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് എനിക്ക് അത്രയും സമയം. ഇതിലേതെങ്കിലും ഒരെണ്ണം മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ല ഈസിയാണ്. നമ്മൾ നോർമൽ കുക്കിംഗ് ചെയ്യുന്നതിനേക്കാളും ഈസിയാണ് കേട്ടോ ഒരെണ്ണം ഉണ്ടാക്കുകയാണെങ്കിൽ. എന്നെപ്പോലെ കുറേ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 8ൻ്റെ പണി തന്നെ ആയിരിക്കും. പിന്നെ ഇതേ നമ്മുടെ റൈസൊക്കെ അടിപിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഫേവറേറ്റ് ആയിട്ടോ ഈ ഒരു പാത്രം. നല്ല രസമുണ്ട്, വൈഡായിട്ട് നമുക്ക് ഇളക്കാനൊക്കെ സുഖമല്ലേ. അപ്പോഴേക്കും ഞാനിതേ കുറച്ച് ക്യാരറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്വീറ്റ് കോണും കൂടി ഈ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതേ നമ്മുടെ ലഞ്ച് ബോക്സൊക്കെ ഫില്ല് ചെയ്യുന്ന പരിപാടിയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കാര്യം പറയാം. അപ്പോൾ അങ്ങനെ നമ്മുടെ വെഡിങ് ഡേ കഴിഞ്ഞിട്ട് സാധാരണ കുറേ കൊല്ലങ്ങൾക്കൊക്കെ മുമ്പ് എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും. അയ്യോ വെഡിങ് ഡേക്ക് ഒന്നും കിട്ടിയില്ല, ഒന്നും വാങ്ങിച്ചില്ല, ഗിഫ്റ്റ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. കാലങ്ങൾ കുറേ ആകുമ്പോൾ നമുക്ക് പക്വത വരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറുന്നതുകൊണ്ടോ എന്തോ അറിയില്ല, എനിക്ക് അങ്ങനെ വലിയ ഫീലിങ്സ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പോഴൊക്കെ എന്ന് പറയുമ്പോൾ സ്വയം ഞാൻ തന്നെ ഗിഫ്റ്റ് വാങ്ങും, ഞാൻ തന്നെ എനിക്ക് ഗിഫ്റ്റ് ചെയ്യും, അങ്ങനെയായിരുന്നു. ഇക്കാക്ക് ഇപ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം ഉണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞിട്ടില്ല. അത് ഞാൻ ആലോചിച്ച് വെച്ചത് കൊടുക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് മാല വാങ്ങണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നേ. പക്ഷെ അത് ആ പൊട്ടിയ വള വേറൊരാളെ സഹായിക്കാനും വേണ്ടി കൊടുത്തിട്ട് പിന്നെ എനിക്ക് സമയത്തിന് കിട്ടിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് കിട്ടുമ്പോൾ നമ്മുടെ മഹർ അങ്ങനെ 18 കൊല്ലത്തിന് ശേഷം നമ്മൾ തിരിച്ച് വാങ്ങുന്നതായിരിക്കും. അതെൻ്റെ കൈ കൊണ്ട് തന്നെ വാങ്ങണം എന്ന് എനിക്കൊരു നിർബന്ധമുണ്ട് കേട്ടോ.
പിന്നെ ഇതേ ഞാൻ ഇടയിൽ കൂടെ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എത്രയോ ലേഡീസ് ഇങ്ങനെ ഒരുപാട് എന്താ പറയുക വെഡ്ഡിങ് ഡേ ഒന്നും നമ്മളെ ആരും മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു വാസ്തവം എന്താണെന്നറിയോ, ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളായിരിക്കും പ്രിഫറൻസ് കൂടുതൽ. പൊതുവേ നമ്മൾ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ നമ്മളെ കൂടുതൽ കെയർ ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തന്നെയായിരിക്കും, പക്ഷെ അതിന് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, സന്തോഷം കണ്ടെത്തുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷങ്ങളെ മറ്റുള്ളവർ നമ്മളെ സന്തോഷിപ്പിക്കണം എന്ന് ചിന്തിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ സന്തോഷിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുതലായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതിലിപ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്താണെന്നൊന്നും വിചാരിക്കരുത്. ശരിക്കും എൻ്റെ മൈൻഡ് ഇപ്പോൾ വേറെ ലെവലാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം കിട്ടിയ ഒരു വെഡ്ഡിങ് ഡേ ആയിട്ട് അല്ലെങ്കിൽ വെഡ്ഡിങ് ഡേ ഗിഫ്റ്റായിട്ട് ഞാൻ കണക്കാക്കുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ അത് പറയാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പറഞ്ഞത്. എനിക്ക് മറ്റെന്ത് ഗിഫ്റ്റ് കിട്ടുന്നതിനേക്കാളും എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായിരുന്നു ഈ ഒരു ദിവസം. ഞാനാക്കിയിട്ട് അതും അങ്ങനെ മാറ്റിയെടുത്തതാണ്. എൻ്റെ ആഗ്രഹങ്ങളെ ഞാൻ മാറ്റി അതിനനുസരിച്ച് നമുക്ക് സമാധാനം കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയില്ലേ, അതുപോലെ ആക്കിയെടുത്ത് മാറ്റിയപ്പോൾ എനിക്ക് ഭയങ്കര റിലാക്സേഷനും കാര്യങ്ങളൊക്കെയാണ്. അതെന്താണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അതേ മക്കളുടെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ഫ്രൂട്ട്സും എപ്പോഴും നമ്മൾ വെജീസും അതുപോലെ എന്താ പറയുക എന്തൊക്കെ ആക്കി എനിക്ക് ഓർമ്മയില്ല, അതൊക്കെയാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റേനക്കുട്ടി റെഡി ആയിട്ട് ഇറങ്ങാണ് കേട്ടോ. അതിന് ശേഷമാണ് ചെറിയ മക്കളെ വിട്ടത്. പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ കുറച്ച് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മുടെ കടായി എടുത്തിട്ടുണ്ട്. പറഞ്ഞ പോലെ ഇതും ഇൻഡസ് വാലി തന്നെയാണ്. നിങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ ഈ പാത്രങ്ങളൊക്കെ ഏതെന്നുള്ളത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മൾ ലുലുന്ന് ബ്രെയിനില്ലേ, മട്ടൻ്റെ ബ്രെയിൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ആടിൻ്റെ. അപ്പോൾ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് അമ്മാൻ്റെ റെസിപ്പിയാണ്, ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ചധികം ഗാർലിക്ക് വേണം, വെളുത്തുള്ളി അത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ചെറിയുള്ളിയും കുറച്ചധികം വേണം. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ചെറിയുള്ളിയിൽ ചെയ്യുന്ന സമയത്ത്. വലിയുള്ളിയിൽ വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ കുറച്ചും കൂടെ അതിൻ്റെ ഒരു ഫ്ലേവർ വരുന്നത് ചെറിയുള്ളിയിൽ ചെയ്യുന്ന സമയത്തായിരിക്കും. ഇത് പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്ന് എൻ്റെ അത്താക്ക്, അതായത് എൻ്റെ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫേവറേറ്റ് റെസിപ്പി എന്ന് പറയുന്നത് ബ്രെയിനും ദോശയും. അവിടെ വീട്ടിലിടക്കിടക്ക് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നു. അപ്പം അത് എന്താ പറയുക, ഉപ്പാൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ എന്തോ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഉപ്പാക്ക് ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. കുറച്ച് ലീവ്സും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ റെസിപ്പീസിന് വേണ്ടതൊക്കെ ഇതുപോലെ ടേബിളിൽ സെറ്റ് ചെയ്ത് വെക്കും. കാരണം ഇത് നമ്മൾ ഷോർട്ട്സ് ഇടുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു പെർഫെക്ഷനിൽ തന്നെ വേണ്ടേ. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഇച്ചിലു ബേബി വന്നിട്ട് എന്തോ ഒരു കംപ്ലയിൻറ്റ് പറയുകയാണ്, അവൾക്ക് എന്തോ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് കിടക്കാം. സാധാരണ ഇത് ഓയിലാണ് ഉണ്ടാക്കുക, വെളിച്ചെണ്ണയിൽ. പക്ഷേ ഞാനിപ്പോൾ കുറച്ചും കൂടെ ഫ്ലേവർ ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ബട്ടറിലാണ് ഉണ്ടാക്കുന്നത്. കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സവാളയല്ല ചെറിയുള്ളി അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ഗാർലിക്കാണ് ഇടേണ്ടത്. ഞാൻ പെട്ടെന്ന് മാറ്റി ഇട്ടു പോയിട്ടാണ്, അത് സാരമൊന്നുമില്ല. അത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം വേണം, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, അത് കൂടാൻ പാടില്ല, ഒരു ചൊയ വരും. അപ്പോൾ കുറച്ച് മാത്രം മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഇതുപോലെ വഴറ്റിയെടുക്കുക. അടിപ്പിടിക്കുന്നതിന് മുമ്പ് ലൈറ്റായിട്ടൊന്ന് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ആ ബ്രെയിനില്ലേ അതിൻ്റെ ആ നരമ്പുകളൊക്കെ എടുത്ത് മാറ്റിയതുകൊണ്ടാണ് ഇങ്ങനെ കുഴഞ്ഞിട്ടിരിക്കുന്നത്. ക്ലീൻ ചെയ്യുമ്പോൾ അങ്ങനെ എടുത്ത് മാറ്റണം കേട്ടോ. ബ്രെയിൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ചിലർ ബ്രെയിന് കട്ട് ചെയ്യാണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും. എനിക്കങ്ങനെ ഇഷ്ടമല്ല, കണ്ടെന്തോ പോലെ തോന്നും കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ഇതിന് ഒരുപാട് വേവിൻ്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. മല്ലിയിലിട്ടാൽ മതി. ഞാൻ മല്ലിയിലില്ലാത്തതുകൊണ്ട് ലീവ്സാണ് ഉണ്ടായിരുന്നത്, അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. പണ്ടൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ അമ്മ ഇത് പൊരിച്ച് തരും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ മറ്റു കുട്ടികൾ അറിഞ്ഞാൽ അവർ എന്ന് പറയൂലേ, അങ്ങനെ പറയുമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് മുട്ടയാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇത് മൂടി വെച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ ഒരു കുറച്ച് സമയം കഴിഞ്ഞതും സംഭവം സെറ്റ് വെന്ത് റെഡി ആയിട്ട് വരും. ഞാനിത് മൂടി വെച്ചിട്ടും അതായത് നിർത്തിയിട്ടോ, കണ്ടില്ലേ ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ സ്റ്റവ് നിർത്തി കഴിഞ്ഞാലും തിളച്ചുകൊണ്ടിരിക്കും. ദമ്മിലിടുന്ന പകരം അങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും കേട്ടോ കുറച്ച് നേരത്തിന്.
അപ്പോഴേ നമ്മൾ രാവിലത്തെ നമ്മുടെ റൈസ് ബാക്കിയുള്ളത് ബൗളിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. നമ്മുടെ ഹയാൻകുട്ടൻ എപ്പോഴും സ്കൂളിലോട്ട് വന്നു കഴിഞ്ഞാൽ രാവിലത്തെ ഫുഡ് ബാക്കി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അത് അവന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് മാറ്റി അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഞാനും ഉച്ചയ്ക്ക് ഇതായിരിക്കും കഴിക്കുക. പക്ഷേ ഇന്ന് കുറച്ച് റൈസ് കുറവായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നമ്മുടെ സാലഡും ഉണ്ടായിരുന്നു, അതും അതുപോലെ എടുത്ത് മൂടി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഫുഡ് എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കാം. നമ്മളിത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വെഡ്ഡിങ് ഡേക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അതാണ് എന്താണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മീൻ പൊരിച്ചിട്ടുണ്ട്, പിന്നെ മൂള എന്നാണ് പറയുന്നത്, ബ്രെയിൻ ആടിൻ്റെ, പിന്നെ പപ്പടം, കറികൾ, നോർമൽ റൈസ്. ഇന്നാളൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ സാദാ ചോറൊന്നും വെക്കലില്ലേ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത്. ഇവിടെ എന്നും സാദാ ചോറും ഒക്കെ തന്നെയാണ്. പക്ഷെ അത് മാത്രം നമ്മൾ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ കാണുന്നവർക്കൊരു ഗുണമൊന്നും കിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ സ്പെഷ്യൽ റെസിപ്പീസ് വെക്കുന്ന സമയത്ത് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇക്കാക്ക് ഇത് കൊടുത്തു നോക്കി. ആൾക്ക് ആദ്യം എന്താണെന്നുള്ളത് മനസ്സിലായില്ല, പക്ഷെ ആൾക്ക് ഇഷ്ടമായി. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. സാധാരണ അങ്ങനെ പറയാറില്ല, കുഴപ്പമില്ല എന്നാണ് പറയുക. പക്ഷെ നമുക്ക് പൊതുവെ ഇങ്ങനെ ഒരു അപ്രിസിയേഷൻ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ല. അപ്പം എനിക്ക് അപ്രിസിയേഷൻ ഞാൻ ചോദിച്ചു വാങ്ങും. അപ്പോൾ അങ്ങനെ ചോദിച്ച് വാങ്ങിയിട്ടുണ്ട്. ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. പിന്നെ ഞാനും കഴിച്ചു. അങ്ങനെ കുട്ടികൾക്കും എടുത്തു വെച്ചു. ആൾക്ക് കുറച്ചും കൂടി ഇട്ടെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോകാനായിട്ട് പോവാണ് കേട്ടോ. കുട്ടികളൊക്കെ വന്നിട്ട് അവർക്കും കൊടുത്തപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ കുറേ ആയി തോന്നുന്നു ബ്രെയിനൊക്കെ വാങ്ങി വെച്ചിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പുറത്ത് പോകുന്നത്, അത് ആക്ച്വലി ഇന്നത്തെ ദിവസമല്ല, കുറച്ച് ദിവസം മുമ്പ് നമ്മൾ പോയതാണ്. അത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇക്കാടെ വാട്സപ്പിലേക്കാണ് മെസ്സേജ് വന്നത്, എൻ്റെ മോൻ്റെ അവസ്ഥ ഇതാണ്, എൻ്റെ വീട് ഇതാണ്, ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നതാണ്, മോന് ഓട്ടിസമാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് നമ്മൾ നേരിട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. നമ്മൾ റനക്കുട്ടി ട്യൂഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റനക്കുട്ടീനെ വിളിക്കാനും വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടുന്ന് റനക്കുട്ടീനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ നേരെ വടക്കഞ്ചേരിയിലേക്ക് പോവാണ്. അവിടെയാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ. ഓക്കെ, പോവാം. ഇന്ന് സൺഡേ ആണ് അല്ലേ? ആ മോൻ്റെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ് കേട്ടോ. 14 വയസ്സായിട്ടും ചെരിഞ്ഞിരുന്ന് നട്ടെല്ലൊക്കെ വളഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലാണ്. അവന് വേണ്ടിയിട്ട് ഒന്നും വാങ്ങിച്ചു കൊടുക്കാനും പറ്റുന്നില്ല, ഭക്ഷണത്തിന് പോലും കഴിവില്ല. അവനെന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നേരിട്ട് പോകാൻ തീരുമാനിച്ച് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു, അവർക്ക് എന്താണോ ആവശ്യം അത് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത്. നമുക്ക് ഗിഫ്റ്റ്, ഇപ്പോൾ എൻ്റെ വെഡ്ഡിങ് ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്നതിനേക്കാളും വലിയൊരു അനുഗ്രഹമാണ് ഇതുപോലെ ആശ്രയിക്കാൻ ആരുമില്ലാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്ത് അവരുടെ ആ ഒരു പ്രാർത്ഥനയിൽ ഇടം പറ്റുക എന്നുള്ളത്. ആ ഒരു ഭാഗ്യമാണ് ഞാൻ പറയുന്നത് എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം. എൻ്റെ വിവാഹ ജീവിതം ഈ 18 കൊല്ലത്തിൽ ഒരുപാട് എന്തൊക്കെയോ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നന്മയിൽ നമുക്ക് നന്മ സംഭവിക്കുമല്ലോ. അങ്ങനെ നമ്മൾ തീരുമാനിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും വരുമാന മാർഗം നമ്മൾ ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചപ്പോൾ പശു ഒന്ന് വാങ്ങി തന്നാൽ ഉപകാരമായി എന്ന് പറഞ്ഞിട്ട് അവർക്ക് അങ്ങനെ പശു വാങ്ങിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ച് ആ പശു വെക്കുന്ന ആളായിട്ടാണ് ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവർ ഇഷ്ടപ്പെട്ട പശു ഒന്ന് മാറ്റി വെക്കോ? ആർക്കും കൊടുക്കണ്ട, ഞാൻ നമുക്കിപ്പോൾ പെട്ടെന്ന് അത്രയും വലിയ എമൗണ്ടിന് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു 2 മാസത്തെ ഗ്യാപ്പിൽ അവർക്കത് ചെയ്തു കൊടുക്കാമെന്ന് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മളെ സഹായിക്കാൻ കുറച്ച് നമ്മുടെ കൂട്ടുകാരും ഉണ്ടാവും, പിന്നെ ബാക്കിയുള്ളത് നമ്മളും കൂടെ എടുത്തിട്ട് അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പോകുന്ന വഴിക്ക് ചെറിയ കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീടാണ്. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്കുള്ള കിറ്റും കൂടെ നമ്മൾ കരുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇതിനേക്കാളും വലിയൊരു ഭാഗ്യം ഒരു വെഡ്ഡിങ് ഡേക്ക് എനിക്ക് കിട്ടാനില്ല എന്നാണ് തോന്നുന്നത്. ഞാനായിട്ട് സ്വയം അത് ക്രിയേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. എൻ്റെ വെഡ്ഡിങ് ഡേക്ക് എനിക്ക് കിട്ടിയ ആ ഒരു ഗിഫ്റ്റ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ സ്വയം പറയും, ഞാൻ തന്നെ സ്വയം തീരുമാനിക്കും. അതാണ് കേട്ടോ ഈ ഒരു സംഭവം. നമ്മളൊക്കെ എത്രയൊക്കെയോ ഉണ്ടായിട്ടും എപ്പോഴും നമുക്ക് കുറേ പരിഭവങ്ങളുണ്ടാവും. ഞാനുൾപ്പെടെ എനിക്കത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, എന്നെ പരിഗണിച്ചില്ല, അങ്ങനെ അത് സ്വാഭാവികം ഉണ്ടാവും. പക്ഷേ ഇതുപോലെയുള്ള ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ കാണുമ്പോഴാണ് നമ്മളൊക്കെ എത്രയും വലിയ അനുഗ്രഹത്തിലാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. നമ്മൾക്ക് ഒരു കുറവുമില്ലാത്ത ആരോഗ്യത്തോടെയുള്ള മക്കൾ തന്നെയാണ്
ഏറ്റവും വലിയ സമ്പത്ത്. അതേപോലെ നമ്മുടെ സ്വന്തം ശരീരം ഒരു കുറവുമില്ലാതെ കിട്ടുന്നത് അതിനേക്കാളും വലിയ സമ്പത്ത്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കുറവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉള്ളവർ നമുക്ക് ചുറ്റിലും ഉണ്ടാവും. നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഒരു ആഘോഷങ്ങളോ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വരുമ്പോൾ ചെറിയ രീതിയിലാണെങ്കിലും അങ്ങനെയുള്ള ഒരാളെയെങ്കിലും ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു നല്ലൊരു ദിവസമായിട്ടാണ് ഞാൻ ഈ ഒരു ദിവസത്തിനെ കാണുന്നത്. ഈ വീട്ടുകാരെ നേരിട്ട് പോയി കാണാനും അവർക്ക് കുറച്ചെങ്കിലും ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു സന്തോഷം പകരാനും ആ മക്കളുടെ മുഖത്ത് കണ്ട ഒരു ചിരിയും, ഗിഫ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് എത്ര തന്നെ ഉണ്ടെങ്കിലും നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാവില്ല. അതേപോലെ ആ മക്കൾക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവർക്ക് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കയ്യിൽ വെച്ചെടുത്ത സമയത്ത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന എൻ്റെ കൂടെ വേണം, ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്തിട്ട് പോകാനും ഒക്കെ വേണ്ടിയിട്ടും. പിന്നെന്താണ്, അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ കുറവുകളോ അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്തതിനെ കുറിച്ചിട്ട് വിഷമിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ എത്രയോ പേരുണ്ട്, അവർക്ക് നമ്മളെ കൊണ്ട് കൈത്താങ്ങാവാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു അവസരം മിസ്സാക്കാതെ ചെയ്തു കൊടുക്കുക കേട്ടോ. ഈ ഒരു വീടിൻ്റെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടാലുണ്ടല്ലോ, ശരിക്കും സ്വർഗ്ഗലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നതെന്ന് തോന്നിപ്പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ ആഘോഷങ്ങളിൽ ഇതുപോലെയുള്ളവരെ പങ്കെടുപ്പിക്കുന്നത് ഈ രീതിയിൽ ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂലിയും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാല്ലാ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.